നിങ്ങൾ ഒറ്റയ്ക്കായി പോകുന്ന ഒരു സമയം നിങ്ങളുടെ മുൻപിലുണ്ട്. കൂടെ ആരും ഇല്ലല്ലോ എന്ന് തിരിച്ചറിയുന്ന ഒരു സമയം. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ അവസ്ഥയിലൂടെ ആയിരിക്കാം. അതായത് നല്ല ഒറ്റപ്പെടലിൻ്റെ ഒരു അനുഭവം. ഈ ഒറ്റപ്പെടൽ എന്ന ഈ ഒരു വാക്കിനെ എടുക്കുകയാണെങ്കിൽ അത് സാധാരണയായി നമ്മൾ കണ്ടുവരുന്നതായ ഒറ്റപ്പെടലുണ്ടല്ലോ. അതായത് നമുക്കൊരു കൂട്ടം ഉണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് അവർ മാറി നമ്മൾ ഒറ്റയ്ക്കാകുന്നു. എന്നാൽ അത് മാത്രമല്ല, ആത്മീയ ജീവിതത്തിനകത്ത് പോലും ഈ ഒറ്റപ്പെടൽ നന്നായിട്ട് അനുഭവിക്കുന്നവരുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒരു സമയത്ത് കൂടിയിരുന്ന് പ്രാർത്ഥിക്കാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളായിരുന്ന ഭവനം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു അനുഗ്രഹമായിരുന്നു. കാരണം ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാൻ പ്രത്യേക ഒരു ആത്മീയ സന്തോഷം ഉണ്ടായിരുന്നു. നിങ്ങളുടെ സഭ പ്രത്യേക ആത്മീയ സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് നിങ്ങൾക്ക് ചില സാഹചര്യങ്ങൾ കാരണം, ഒരുപക്ഷെ നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട്, ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ മാറി. അവിടെ നിങ്ങൾ തികച്ചും ഒറ്റപ്പെട്ടു. കാരണം ആ സമയത്ത് നിങ്ങൾ കൊതിക്കുക, കൂടിയിരുന്ന് പ്രാർത്ഥിക്കാൻ, ആ പഴയ പോലെ പ്രാർത്ഥിക്കാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് ചിന്തിച്ചില്ലേ? അങ്ങനെ ചിന്തിക്കുന്നൊരു സമയം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതായത് രണ്ട് രീതിയിൽ നോക്കുമ്പോൾ, അതായത് സാധാരണയായി നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ ചില ഒറ്റപ്പെടലുകൾ, ആത്മീയ ജീവിതത്തിൽ നോക്കുമ്പോൾ ഒരു വ്യക്തി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ നല്ലതായിരുന്നല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നൊരു സമയം. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെയുള്ള ഒറ്റപ്പെടലുകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്? തീർച്ചയായിട്ടും ഈ ഒറ്റപ്പെടലുകൾ വേദനയുടെ അനുഭവം തന്നെയാണ്, നല്ല രീതിയിൽ വേദന സമ്മാനിക്കുന്ന ഒന്നാണ്. എന്നാൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഒരു ഭാഗം നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഹോശേയുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ പ്രകാരം കാണുന്നു: അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. കേൾക്കണം, ചില വിഷയത്തിനകത്ത് നമ്മളൊരു ഗ്രൂപ്പിനകത്തിരുന്നാൽ, കുറച്ചുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ സേഫ് സോൺ, വളരെ സേഫായിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുകയാണെങ്കിൽ, അങ്ങനെ മുൻപോട്ട് പോകുന്നതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ദൈവത്തിൻ്റെ സ്നേഹം യഥാർത്ഥമായി തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം, മാറിപ്പോകുന്ന സ്നേഹമാണ് അപ്പോൾ ഇതുവരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഒന്ന് തിരിച്ചറിയുക, എല്ലാ സ്നേഹവും മാറിപ്പോകും. ഇന്ന് കാണുന്ന എല്ലാ സ്നേഹവും മാറിപ്പോകും. എന്നാൽ എന്തുകൊണ്ടാണ് ഈ സ്നേഹങ്ങളൊക്കെ, അതായത് ഇന്നലെ വരെ കൂടിയിരുന്ന സ്നേഹമൊക്കെ, സ്നേഹിതന്മാരൊക്കെ മാറിപ്പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരിക്കലും മാറാത്ത ഒരു സ്നേഹിതൻ കൂടെ ഉണ്ടെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ഇവരെല്ലാം മാറിപ്പോകുമ്പോൾ, ആശ്രയിച്ചവർ മാറിപ്പോകും, നമുക്കൊന്ന് മനസ്സിലാവും, അല്ലേലും ഇങ്ങനെയാണ്, അവസാനം ഉയരത്തിൽ അപ്പൻ മാത്രം കൂടെ കാണത്തുള്ളൂ. ഇത് നിങ്ങളെ തെളിയിക്കാൻ വേണ്ടിയാണ്. അതുമാത്രമല്ല, നമുക്കറിയാം, ഞാൻ മുൻപ് ചെയ്തൊരു വീഡിയോയ്ക്കകത്ത് ആ വീഡിയോയുടെ തംബ്നെയിൽ, അല്ലെങ്കിൽ ആ ഒരു വീഡിയോയുടെ ശീർഷകം ഇപ്രകാരമാണ് ഞാൻ കൊടുത്തത്: സേഫ് സോണിൽ നിന്ന് ഗ്ലോറിയസ് മൂവിലേക്ക്. അതായത് നമ്മളൊക്കെ ആയിരിക്കുന്ന ഒരു സേഫ് സോണിനകത്താണ്, വളരെ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, കർത്താവിന് നിങ്ങൾ ഒറ്റയ്ക്ക് വേണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ, എന്തുകൊണ്ട് ഈ ഒറ്റപ്പെടലിൻ്റെ അനുഭവം എൻ്റെ ജീവിതത്തിൽ വന്നു എന്ന് ചോദിച്ചാൽ, അതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ: കർത്താവിന് നിങ്ങൾ ഒറ്റയ്ക്ക് വേണം. ഒരു ഗ്രൂപ്പിൽ നിൽക്കുവാനല്ല തമ്പുരാൻ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ ഗ്രൂപ്പിൽ നിങ്ങളായിരിക്കുമ്പോൾ കർത്താവിന് നിങ്ങൾക്ക് വേണ്ടുന്നത് പകരാൻ കഴിയത്തില്ലെന്ന് മീൻസ് നിങ്ങൾ കർത്താവിന് ഒറ്റയ്ക്ക് വേണം. ഒറ്റയ്ക്ക് ചിലത് കൈമാറുവാൻ, ഒറ്റയ്ക്ക് ചില ദർശനങ്ങൾ, വെളിപ്പാടുകൾ, പ്രവചന ശബ്ദങ്ങൾ കൈമാറുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് ചില ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകും. ഞാൻ അന്ന് ചെയ്ത ആ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞ പ്രകാരമായിരുന്നു, നമുക്കറിയാം, അബ്രഹാം, ബഹുസമ്പന്നനായ അബ്രഹാം, ആ അബ്രഹാമിൻ്റെ കൂടെ നിൽക്കുന്ന ഹാഗാർ ഒരു കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതുവരെ ആശ്രയിച്ചിരുന്ന അബ്രഹാം കേവലം ഒരു തുരുത്തിക്കകത്ത്, അതിനകത്ത് ലിമിറ്റേഷൻ ഉണ്ടെന്ന് ഹാഗാർ തിരിച്ചറിയുന്ന നിലവാരത്തിൽ അവൻ കൊടുത്തുവിടുന്നത് കേവലം ഒരു തുരുത്തിക്കകത്ത് ഒതുങ്ങിപ്പോയി. എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അതുവരെ ആശ്രയിച്ചിരുന്ന അബ്രഹാം നൽകിയത് കേവലം ഒരു തുരുത്തിക്കകത്ത്, അതായത് തീർന്നു പോകുന്ന പരിമിതികളുള്ള ഒരു സാഹചര്യമാണ് അവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ എന്തുകൊണ്ട് ആ സേഫ് സോൺ ബ്രേക്ക് ചെയ്തെന്ന് ചോദിച്ചാൽ, ഹാഗാറെ, നീ ഇതുവരെ നിന്നെയോ നിൻ്റെ തലമുറയോ കാണാത്ത ഒരു ഗ്ലോറിയസ് മൂവിലേക്ക് നിന്നെ കയറ്റിവിടാൻ വേണ്ടിയാണ്. നമുക്കറിയാം പിന്നീട് എന്താണെന്ന് വെച്ചാൽ, മരുഭൂമിയിൽ കർത്താവിന് നിന്നെ ഒറ്റയ്ക്ക് വേണം. എന്താണെന്ന് ചോദിച്ചാൽ, ഇതുവരെ കാണാത്തത്. ആ ഉറവ നമുക്കറിയാം, അവിടെ തുറക്കപ്പെട്ട ഉറവ മുൻപില്ലായിരുന്നു. എന്നാൽ ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നെന്ന് വചനം പറയുന്ന പോലെ, അവൾക്ക് വേണ്ടി, ആ തലമുറയ്ക്ക് വേണ്ടി ദൈവം അവിടെ പുതിയതൊന്ന് തുറക്കുവാനിടയായിത്തീർന്നു. ഈ ഒരു കാഴ്ച ഹാഗാറിന് സേഫ് സോണിനകത്തിരുന്നാൽ കാണാൻ കഴിയത്തില്ലായിരുന്നു. എന്നാൽ ഈ ഒരു ഗ്ലോറിയസ് മൂവിനകത്ത് അവൾ എത്തിയപ്പോൾ, എന്തുകൊണ്ട് ഒറ്റപ്പെടൽ നന്മയ്ക്ക് തിരിച്ചറിയാൻ കഴിയുമോ? ഒറ്റപ്പെടൽ നല്ല രീതിയിൽ വേദന സമ്മാനിക്കും, ശരിയാ, പക്ഷേ ഈ ഒറ്റപ്പെടൽ നന്മയ്ക്കാണെന്ന് തിരിച്ചറിയാൻ കഴിയുമോ?
ഈ ഒറ്റപ്പെടലിനകത്ത് നിങ്ങൾ ഒന്ന് തിരിച്ചറിയും, എന്നെ സ്നേഹിക്കുന്ന ഒരപ്പൻ ഉയരത്തിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പനോട് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് കർത്താവ് നിങ്ങൾ ഒറ്റയ്ക്ക് വേണമെന്ന് പറയുന്നത്. ആ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് കർത്താവ് നിങ്ങളിലേക്ക് ശ്രേഷ്ഠകരമായത് കൈമാറുവാനിടയായിത്തീരും. മോശെ, നിൻ്റെ കൂടെ അഹരോനുണ്ട്, മിരിയാമുണ്ട്, ഒക്കെ ശരിയാണ്, ചേട്ടനും ചേച്ചിയൊക്കെ കൂടെ ഉണ്ട്, ഒരു വലിയൊരു കൂട്ടമുണ്ട്, കഴിവുള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ മേലിരിക്കുന്ന നിയോഗം, മോശെ, നിന്നെ ഒറ്റയ്ക്ക് എനിക്ക് ഈ മലയുടെ മുകളിലേക്ക് നീ കയറി വരണം. എനിക്ക് അവിടെ വെച്ച് എനിക്ക് ശ്രേഷ്ഠകരമായത് അടുത്ത ജനറേഷനെ കൈമാറുവാനുള്ള ദൂത്, അല്ലെങ്കിൽ അവർ നിലനിൽക്കാൻ വേണ്ടി, അവർ വീണുപോകാതെ നിലനിൽക്കാൻ വേണ്ടി ഞാൻ ചിലത് നിൻ്റെ കയ്യിലേൽപ്പിക്കാനിടയായിത്തീരും. നമുക്ക് ആ ഭാഗമൊക്കെ അറിയാം. എന്തുകൊണ്ട്? കർത്താവ് നിങ്ങളെ ഒറ്റയ്ക്ക് വേണം. അങ്ങനെയെങ്കിൽ ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ എന്തുകൊണ്ട് ഈ ഒറ്റപ്പെടൽ ജീവിതത്തിൽ വന്നു? ഒരേ ഒരു ഉത്തരം, കർത്താവിന് നിങ്ങൾ ഒറ്റയ്ക്ക് വേണം. ഈ ദിവസങ്ങളിൽ അങ്ങനെ ചില സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞു, സന്തോഷത്തോടെ ആമേൻ പറഞ്ഞു. കാരണം ഇത് നിങ്ങളുടെ തിരുവിൻ്റെ ദിവസമാണ്. നിങ്ങളിൽ ശ്രേഷ്ഠകരമായത്, ഇതുവരെ അനുഭവിക്കാത്തത്, അതിനത്തിൽ പറയുന്നു പിതാക്കന്മാർ അനുഭവിക്കാത്ത മന്ന കൊണ്ട് ഞാൻ നിന്നെ പോഷിപ്പിക്കുമെന്ന്. അങ്ങനെയെങ്കിൽ വിശ്വസിക്കാൻ തയ്യാറാണോ? ഈ ഒറ്റപ്പെടലിനകത്ത് ശ്രേഷ്ഠകരമായ ചില കൈമാറ്റങ്ങൾ സംഭവിക്കും. വിശ്വസിക്കുക, ഏറ്റെടുക്കുക. ഇത് നന്മയ്ക്ക്.